വിലപിക്കുന്ന ആർക്കുന്ന വിലാപം. വാക്കുകൾ കടന്നു വരത്തില്ല. വാക്കുകൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ കൂടെ വേദനയിൽ ഉരുത്തിരിഞ്ഞു ആർക്കുന്ന ചില അപശബ്ദങ്ങൾ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ. ഒരു ഞരക്കം, പ്രിയപ്പെട്ടവരെ, ഒരു ഞരക്കത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വേദനയുടെ താഴ്ക്കുന്ന ആധിക്യം എത്രമാത്രം വലുതാകുന്നു എന്നുള്ളത് ആ വാക്ക് ഞരങ്ങുക എന്നുള്ള വാക്കിൽ കൂടെ നമുക്കറിയാം. നമ്മളൊക്കെ കരയാറുണ്ട്, നമ്മളൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാ. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് ഞരങ്ങൽ എന്ന് പറയുന്നത്. ആ ഞരങ്ങൽ കടന്നു വരുമ്പോൾ അവിടെ കണ്ണുനീര് ഒഴുകുമായിരിക്കുക, വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല. പിന്നെയോ ഉള്ളിൻ്റെ ഉള്ളിലെ വേദനകള്, ഉള്ളിൻ്റെ കണ്ണുനീരുകള് ഞാനും നിങ്ങൾ പോലും അറിയാതെ വെളിപ്പെടുന്നതായിരിക്കുന്നൊരു സമയം. ആരും അത് കാണുന്നില്ലായിരിക്കാം, ആരും അറിയുന്നില്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഞരക്കം നമ്മുടെ ഉള്ളിലെ ഞരക്കമല്ല. ഈ ഞരക്കം എന്ന് പറയുന്നത് നമ്മളല്ല ചെയ്യുന്നത്. പിന്നെയോ തൃത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു ഞരക്കം.